യുവവാണി. വിസിലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അച്ഛൻ മകൻ കോംബോ അനിൽ ജേക്കബ്, മകൻ ക്രിസ്റ്റി അനിൽ എന്നിവരെയാണ് യുവവാണി പരിചയപ്പെടുത്തുന്നത്. ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ യുവവാണിയിൽ ഉണ്ടായിരുന്നു. തുടർഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി യുവവാണിയിലേക്ക് സ്വാഗതം. സാധാരണ പാടുന്നവർക്ക് പോലും വിസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വിസിൽ ചെയ്യാനൊന്നും പറ്റില്ല. അതെ, പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു, എന്നാൽ പോലും എല്ലാവർക്കും വിസിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാടുന്നവരെ പോലെ ഇതിൻ്റെ പിച്ചും ടോണും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? അത് നമ്മൾ മനസ്സിൽ താളബോധം ഉണ്ടാവുകയും പിച്ചുകളെ കുറിച്ച് ഒരു അടിസ്ഥാന ബോധ്യം ഉണ്ടാവുകയും ചെയ്താൽ സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആയാലും ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ല. അപ്പം മനസ്സിലെ താളബോധവും പിന്നെ പഠിച്ചെടുക്കാനുള്ള ആഗ്രഹവും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും പറ്റുമെന്നാണ് തോന്നുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ബേസായിട്ടുള്ള സൗണ്ടുകൾ, ഇപ്പോൾ കൂടുതലും ഷാർപ്പായിട്ടുള്ള സൗണ്ടുകളായിരിക്കുമല്ലോ വിസിലിങ്ങിൽ കേട്ടിട്ടുണ്ടാവുക. താഴെ നിന്നുള്ള സൗണ്ടുകളും നമ്മൾ ആ ബ്രത്ത്ലെസ് പാട്ട് പാടിയല്ലോ, മണ്ണിൽ എന്താ, ആ പാട്ടിൻ്റെയും അങ്ങനെ ഹൈ പിച്ചും, ഈ രണ്ടും നമുക്ക് ഒരു പിച്ചിൻ്റെ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ? പ്രാക്ടീസിലൂടെ ഇത് മികച്ചതാക്കി എടുക്കുക എന്നുള്ളതല്ലാതെ ടെക്നിക്കായിട്ട് പറഞ്ഞുതരാൻ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് ചുണ്ട് കൂർപ്പിച്ച് വായു പുറത്തേക്ക് വിടുന്ന രീതിയിലാണ്. അപ്പം അത് മാക്സിമം ശക്തിയിൽ താളത്തിനനുസരിച്ച് പിച്ചിനനുസരിച്ച് ചെയ്യുക എന്നുള്ള ഒരു ടെക്നിക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴൊക്കെ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നോ, ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എപ്പോഴാണോ നമ്മൾ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോഴൊക്കെ നമ്മൾ ചുമ്മാ വിസിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു പ്രാക്ടീസ് ആവും. പ്രത്യേകിച്ച് പ്രാക്ടീസ് സെഷൻ വേണ്ടി വരാറുണ്ട്, ആവശ്യമാണ്. പാട്ടുകാരാണെങ്കിലേ സാധകം ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോൾ സമയം കിട്ടുന്നപ്പോഴൊക്കെ വിസിലിംഗ്, തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഒരു ഇത്. ക്രിസ്റ്റി അത് തന്നെയാണോ ചെയ്യാറ്? അതെ, ഞാനത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചൂള പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ടോ? ഇതെന്താണ് ഈ വഴി പോകുമ്പോൾ ചൂള പിടിച്ച് പോകുന്നതെന്ന്? അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല. പൊതുവെ ഒരു ബാത്റൂം സിംഗറാണ് ഞാൻ. ശരി. അപ്പോൾ ബാത്റൂമിലിരുന്നാണ് പാട്ടുകളെല്ലാം. പുറത്ത് ചിലപ്പോൾ അപകടമാകും അല്ലേ? പുറത്ത് അധികം ചെയ്യാറില്ല. ശരി. നമ്മളിപ്പോൾ വീട്ടിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിലിലൂടെ വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്രിസ്റ്റി വിളിക്കുകയാണെങ്കിൽ കിച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പുറത്തെ റൂമിൽ നല്ല മുറ്റത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് കേൾക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വിളിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇത് വേറെ മോളെ ഇപ്പം മാളുവാണ്, അപ്പം മോളെ അങ്ങനെ അപ്പം ക്രിസ്റ്റീനെയാണോ വിളിച്ചത് മാളുവിനെയാണോ വിളിച്ചതെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. വൈഫിനെ വിളിക്കുമ്പോൾ സാധാരണ ഒരു ടോണല്ല, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് തന്നെ. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ വിസിൽ അറിയാൻ സാധിക്കും. അതല്ല, ഇപ്പോൾ നമ്മളൊരു റോഡിലൂടെ നടന്നാൽ പോലും നമ്മൾ തൊട്ട് മുമ്പിലുള്ള ഒരാളെ വിളിക്കണേ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് വിളിക്കുന്ന ആൾ തിരിഞ്ഞു നോക്കും. സാധാരണ ഇതിൽ തിരിഞ്ഞു നോക്കാറുണ്ട്. ആരോ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പണി കിട്ടും. പൊതുവേ നമ്മൾ അങ്ങനെ സ്ത്രീകളൊക്കെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഇതിന് പോകാറില്ല. കാരണം വെറുതെ എന്തിനാ. ശരി. അപ്പോൾ ഇനി നമുക്കൊരു പാട്ടിലേക്ക് അങ്ങ് പോയാലോ? എന്തു പറയുന്നു? പോവാം.
ഈ വിസ്ലിംഗ് എന്ന് പറയുന്നത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ ഒരു സന്ദർഭം കാണുമല്ലോ, അതെന്തായിരുന്നു? നമ്മൾ പാട്ടുകൾ പ്രൊഫഷണലായിട്ട് വേദികളിൽ പാടി തുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. കൂത്താട്ടുകുളത്തെ സമീപ പ്രദേശത്തെയും വേദികളിലൊക്കെ ഓണാഘോഷത്തോടെ അനുബന്ധിച്ചൊക്കെ. അപ്പോൾ പല ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തന്നെയൊക്കെ നമുക്ക് വേദി തന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്കൊരു പ്രോത്സാഹനം തരുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൂടാതെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല സിനിമകളിലും മറ്റും ഈ പാട്ടുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പല ഇൻട്രോയുടെ ഭാഗമായിട്ടൊക്കെ ഈ വിസിൽ ഉപയോഗിക്കാറുണ്ട്. അംഗവൈകുണ്ഠപുരത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ ഒരു ബീജിയം പോലെ അല്ലെങ്കിൽ പാട്ടിൻ്റെ ഭാഗമായിട്ട് അത് അതുപോലെ നമ്മൾ ഓർഡിനറി മലയാള സിനിമയില്ലേ, അതിനകത്ത് ആ പാട്ട് അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട യോദ്ധ ഉണ്ടല്ലോ, യോദ്ധയിൽ ഒരു ബീജിയം പോലെ ഉണ്ട്. നമ്മുടെ ഉണ്ണിക്കുട്ടൻ തന്നെ ഇരിക്കുമ്പോൾ വിസിലിലൂടെയാണ് ചെയ്തതെന്ന് അല്ല ഞാൻ പറയുന്നത്. പക്ഷേ വിസിൽ ടോണ് മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ടോണുകൾ, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചില ടോണുകളെല്ലാമാണ് ഇതെല്ലാം. തമിഴിലെ ഒരു പ്രശസ്തമായ മൂവി ഉണ്ടല്ലോ കബാലി, അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോണല്ലേ. അതെ അതെ. അപ്പോൾ അങ്ങനെ വിസ്ലിങ്ങിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും. ശരി, അപ്പോൾ ഇനിയൊരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും.
അപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പെർഫോമൻസ് ഏതായിരുന്നു? രണ്ടുപേരും, അച്ഛനും മകനും പറയണം. ഈ ശാസ്ത്രീയ സംഗീതം വഴങ്ങാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും ശാസ്ത്രീയമായിട്ട് സംഗതികൾ കൂടുതലുള്ള പാട്ടുകൾ നമുക്ക് പ്രശ്നങ്ങളാണ്. എന്നാൽ ശാസ്ത്രീയ ക്ലാസിക്കൽ വിസിൽ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, വളരെ പ്രശസ്തരായവരും ഉണ്ട്. ഈ സംഗീതം പഠിച്ചിട്ട് ഇത് വിസിൽ ചെയ്യുന്നവരുണ്ട്. അതെ, സംഗീതം പഠിക്കുകയും അതോടൊപ്പം അവർക്ക് വിസിൽ ചെയ്യാൻ കഴിവുള്ളവർ ഉണ്ട്. ഞങ്ങളുടെ അസോസിയേഷനിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് പലപ്പോഴും ഈ ശാസ്ത്രീയം ടച്ചുള്ള പാട്ടുകൾ പ്രശ്നം വരാറുണ്ട്. ശരി. ക്രിസ്റ്റിക്കോ? ഞങ്ങളുടെ വേൾഡ് ഓഫ് വിസ്ലേഴ്സ് ഗ്രൂപ്പിൽ ഇവർ മത്സരമൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ പാടാൻ നേരത്ത് പ്രാക്ടീസൊക്കെ നല്ല പാടാണ്. അങ്ങനെ എന്നിട്ട് പാട്ട് പഠിക്കാൻ ശ്രമിച്ചു? പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്ത് പാടുന്നുണ്ട്. ആണല്ലേ? ശരി. വോക്കലിൻ്റെ ആളാണ് പുള്ളി. ഒരു 100 കണക്കിന് പാട്ടറിയാം പുള്ളി. എവിടെയെങ്കിലും വേദി കിട്ടിയാൽ പാടാൻ പറഞ്ഞാൽ പാടില്ല, വോക്കൽ പാടാൻ പറഞ്ഞാൽ പാടില്ല. വിസിലിങ്ങിലാണ് കംഫർട്ടബിൾ. എനിക്കറിയില്ല, പുള്ളി പാട്ട് നന്നായിട്ട് പാടും, ഇഷ്ടംപോലെ പാട്ട്, എന്തോരം പാട്ടറിയാം. പാടാൻ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പാടില്ല. ശരി. അപ്പം നമുക്കിനി ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ? ശരി.
ഇനി ചോദിക്കാനുള്ളത്, ആളുകൾക്ക് ചില മിസ്കൺസെപ്ഷൻസ് ഒക്കെ കാണും ചിലപ്പോൾ വിസ്ലിങ്ങിൻ്റെ കാര്യത്തിൽ. ഇതൊക്കെ നിസ്സാരമാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരും കാണും. പക്ഷെ നമുക്കറിയാതെ നിസ്സാരമല്ല, ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനും പഠിച്ചെടുക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻസ് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അത് വന്ന് നേരെ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം, നമ്മൾ പ്രൊഫഷണലായിട്ട് പല വേദികളിലും ഈ വിസിൽ സംഗീതം അവതരിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുമുണ്ട്, വീണ്ടും വീണ്ടും നമ്മൾ പല പ്രോഗ്രാമുകളും വിളിക്കുന്നുമുണ്ട്. എന്നാൽ പുതുതായിട്ട് പല സ്ഥലത്തും നമ്മൾ ഈ വിസിലിംഗ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേദിക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ വിസിൽ സംഗീതം നല്ലതാണെന്ന് അവർക്കൊരു ബോധ്യമില്ലാത്തതിനാൽ ആ വേദി നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് പ്രധാനമായിട്ടും ഈ വിസിൽ സംഗീതം കൂടുതൽ പോപ്പുലറൈസ് ആവാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ പോപ്പുലറൈസ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ചെയ്യുന്നത് എന്തൊക്കെയാണ്, എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിസിൽ ചെയ്യുന്ന കലാകാരന്മാരെ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ആ ലക്ഷ്യത്തിലേക്കാണ് ഈ വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്ന സംഘടന പോയിക്കൊണ്ടിരിക്കുന്നത്. സമയാസമയങ്ങളിൽ പല പല മീറ്റിങ്ങുകൾ വയ്ക്കുക, ട്രെയിനിങ് സെഷനുകൾ വയ്ക്കുക, അതുപോലെ ഒത്തിരി മത്സരങ്ങൾ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ മത്സരങ്ങൾ വയ്ക്കുക. ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊക്കെ പോയിട്ട് ഓഡിഷൻ പോലെ ഈ വിസിലിങ്ങിലേക്ക് താല്പര്യമുള്ള ആൾക്കാരെ ഇതിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഓഡിഷൻ പോലുള്ള പരിപാടികൾ. സ്പോർട്സിലൊക്കെ വിവിധ ലീഗ് മത്സരങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ഒരു വിസിൽ ചെറിയ ചെറിയ വിസിൽ ടീമുകളുണ്ടാക്കിയിട്ട് വിസിൽ ലീഗ് മത്സരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അപ്പോൾ കൂടുതൽ ആൾക്കാർ ആകർഷകരാകും. ഇപ്പോൾ തന്നെ പല വിസിലേഴ്സും ഈ സംഘടനയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും, ഓരോരുത്തർ പുതുതായിട്ട് വരുമ്പോൾ ഇപ്പോൾ കയ്യിലുള്ളതിനേക്കാളും ഒരുപടി മെച്ചമുള്ള വിസിലറാണ് ഇത് പുതുതായിട്ട് വന്നേക്കുന്നത്. അടുത്ത ആൾ ഇത് കുറച്ചും കൂടെ കഴിവുള്ളവർ വരുന്നു. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആൾക്കാരും ആവശ്യമുള്ള പ്ലാറ്റ്ഫോം കിട്ടാതെ പോകുന്ന ആൾക്കാരും ഒക്കെ ഇപ്പോഴും സമൂഹത്തിൽ പലയിടത്തും ഉണ്ട്. പൊതു പെർഫോമൻസിനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും വെളിച്ചം കാണാതെ പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കൂടുതലും ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഞങ്ങളുടെ വേൾഡ് ഓഫ് വിസിലേഴ്സിനോടൊപ്പം കൈകോർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനായിട്ട് വേൾഡ് ഓഫ് വിസിലേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും കൂടുതൽ വിസിലേഴ്സ് അണിനിരന്നുള്ള ഒരു പ്രോഗ്രാം നടത്തി അതിൽ ഗിന്നസ് റെക്കോർഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഒരുപാട് വിസിൽ ഗാനങ്ങൾ ആലപിച്ചതിനും പിന്നെ വിശേഷങ്ങൾ പങ്കുവച്ചതിനും ശ്രീ അനിൽ ജേക്കബിനും മകൻ ക്രിസ്റ്റി അനിലിനും ഞങ്ങളുടെ നന്ദി. താങ്ക് യു. താങ്ക് യു. വിസിലിംഗ് സംഗീതം വേദികളിൽ അവതരിപ്പിക്കുന്ന അച്ഛൻ മകൻ കോംബോ അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെയാണ് ശ്രോതാക്കൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.